ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. യൂണിറ്റ് 8 ആണ്. ആ ചാപ്റ്ററിൻ്റെ പേര് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഈ ഡി ബ്ലോക്കാണ് നമ്മൾ ഫസ്റ്റ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റി. അപ്പോൾ ഡി ബ്ലോക്ക് എന്ന് പറയുമ്പം നമുക്കറിയാം, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒരു പീരിയോഡിക് ടേബിൾ എടുത്താൽ അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണപ്പെടുക. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 3 to 12 വരെയുള്ള ആ എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ആ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ വേറൊരു പേരിൽ കൂടി വിളിക്കാറുണ്ട്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവയെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്? അവയുടെ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റർ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലാണ്. അപ്പോൾ ഈ ഡി സബ്ഷെല്ലിനെ നമ്മൾ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ എന്നും കൂടി പറയാറുണ്ട്. പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ, ഉള്ളിലായിട്ടാണ് ആ ഡി സബ്ഷെൽ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ എന്ന് വിളിക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എലമെൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇൻ ദെയർ അറ്റോമിക് സ്റ്റേറ്റ് ഓർ ഇൻ എനി ഓഫ് ദെയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആവണം ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സെപ്ഷണൽ കേസ്, അത് ക്വസ്റ്റ്യനായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി, അവ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. പക്ഷേ ഇവിടെ പാർഷ്യലി ഫിൽഡ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനല്ല ഇവ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെല്ലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഫുൾ D10 കോൺഫിഗറേഷൻ, ദേ ഹാവ് ഫുള്ളി ഫിൽഡ് D10 കോൺഫിഗറേഷനാണ്. അവയുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിക്കോട്ടെ, അതുപോലെ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിക്കോട്ടെ, അവയ്ക്ക് D10 കോൺഫിഗറേഷനാണ് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ് നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അവയ്ക്ക് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആണ് വരേണ്ടത്. അതേസമയം ഇവയ്ക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള D10 കോൺഫിഗറേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ അവയെ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നുള്ള പേര് വിളിക്കുക. There are 4 സീരീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതിൽ നമ്മൾ ഫസ്റ്റ് സീരീസിനെ 3D സീരീസ് എന്ന് പറയും. ആ 3D സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ആ ഒരു എലമെൻറ്റ്സാണ്. അപ്പം അതാണ് 3D സീരീസ്. സെക്കൻഡ് വൺ 4D സീരീസാണ്. 4D സീരീസിൽ ഇട്രിയം ടു കാഡ്മിയമാണ് നമ്മൾ ആ ഒരു സീരീസിൽ ഉൾപ്പെടുത്തുക. ദെൻ 5D സീരീസ്. 5D സീരീസിൽ ലന്താനം ടു മെർക്കുറിയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. ദെൻ ലാസ്റ്റ് വൺ 6D സീരീസ്. 6D സീരീസിൽ റൂദർഫോർഡിയം ടു കോപ്പർനീഷ്യം വരെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് ഈസ് ജനറൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നമ്മളതിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുക, ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസിനെ പറ്റി. അതിൽ ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പം ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് ഈസ് n-1 D 1 to 10 ns 1 to 2. അപ്പം അവിടെ വാലൻസ് ഇലക്ട്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, വാലൻസ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നത് ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവയെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് എക്സെപ്ഷണൽ കേസസ് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ 2 കേസ് നോക്കാറുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്, ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസ്. ക്രോമിയത്തിൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ
ആ ഒരു കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പം 3D5 4s1 എന്നാണ് എഴുതുക. അതുപോലെ തന്നെ കോപ്പറിൻ്റെ 3D10 4s1 എന്നാണ് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും വരുമ്പം എക്സ്ട്രാ സ്റ്റേബിൾ ആവും ആ എലമെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കോൺഫിഗറേഷൻ ആ എലമെൻറ്റ്സ് അറ്റൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് ആൻഡ് അയോണിക് റേഡി ആണ്. The atomic and ionic radii of elements in a particular transition series decreases from left to right with increase in atomic number. അപ്പോൾ ആ അറ്റോമിക് റേഡിയസ് നമ്മൾ അല്ലെങ്കിൽ അയോണിക് റേഡിയസ് കൺസിഡർ ചെയ്താൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകും തോറും അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും തോറും അതിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനുള്ള റീസണാണ് നമ്മളിനി നോക്കാൻ പോവുക. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുക, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റോമിക് സൈസ് അവിടെ ഡിക്രീസ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസണായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ഈസ് പാർട്ട്ലി ക്യാൻസൽഡ് ബൈ ദ സ്ക്രീനിങ് ഇഫക്റ്റ് ഓഫ് ദ ഡി ഇലക്ട്രോൺസ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെൽ. നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകും തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂക്ലിയർ ചാർജിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് അതിൻ്റെ സൈസിൽ ഡിക്രീസ് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ കാണുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഡി സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റത്തെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ഡി സബ്ഷെല്ല് പെനൾട്ടിമേറ്റ് സബ്ഷെൽ അല്ലെങ്കിൽ പെനൾട്ടിമേറ്റ് ഷെല്ലാണ് എന്ന് പറഞ്ഞു. അപ്പം ആ പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി ഇലക്ട്രോൺസിന് സ്ക്രീനിങ് അല്ലെങ്കിൽ ആ ഡി ഇലക്ട്രോൺസിൻ്റെ സ്ക്രീനിങ് ഇഫക്റ്റ് മൂലം ആ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ആ ഒരു ഇഫക്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് എത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ലാസ്റ്റത്തെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺസിലേക്ക് അത്രയും ആ ഒരു ഇഫക്റ്റ് ന്യൂക്ലിയസിൻ്റെ ആ ഒരു ഇഫക്റ്റ് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ആ ഒരു കുറവ് സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത്, ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ഈസ് പാർട്ട്ലി ക്യാൻസൽഡ് ബൈ ദ സ്ക്രീനിങ് ഇഫക്റ്റ് ഓഫ് ദ ഡി ഇലക്ട്രോൺസ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെൽ. Then elements of the second and third transition series belonging to a particular group have almost identical atomic radii. ആ ഒരു ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ലാന്തനൈറ്റ് കോൺട്രാക്ഷനാണ് അതിനുള്ള റീസൺ പറയുക. അപ്പം സെക്കൻഡ് സീരീസും തേർഡ് സീരീസും ട്രാൻസിഷൻ സീരീസിലെ എലമെൻറ്റ്സ് സിർക്കോണിയം ഹാഫ്നിയം എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സിർക്കോണിയം ഹാഫ്നിയം മുകളിലും താഴെയായിട്ട് കിടക്കുന്ന രണ്ട് സീരീസിലും മുകളിലും താഴെയായിട്ട് കിടക്കുന്ന രണ്ട് എലമെൻറ്റ്സാണ്. അവയുടെ സൈസ് അല്ലെങ്കിൽ അവയെ നമ്മൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്നാണ് പറയുക. അവയുടെ ആ ഒരു സൈസിലെ സിമിലാരിറ്റി മൂലമാണ് അതിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. അപ്പോൾ അവയ്ക്ക് അങ്ങനെയുള്ള ആ ഒരു സൈസിലെ സിമിലാരിറ്റി വരുന്നത് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ആ ലാന്തനൈറ്റ് കോൺട്രാക്ഷനാണ് ആ പോയിൻ്റ് മാത്രം ഓർത്തിരിക്കുക. Next property is melting and boiling point. Transition metals have very high melting and boiling point due to the presence of strong metallic bonding. അപ്പോൾ ആ ഒരു സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് കാരണം അവയ്ക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതിനാനുപാതികമായിട്ട് മെൽറ്റിംഗ് പോയിൻറ്റിലും ഇൻക്രീസ് ഉണ്ടാകും. അതാണ് മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ കേസ് വരിക. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷനാണ്. അറ്റോമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മോളിക്യൂൾസ് ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ വേണ്ടി വരുന്ന ആ എനർജി, അതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ കൊണ്ട് സൂചിപ്പിക്കുക.
അപ്പം ഹീറ്റ് ഓഫ് അറ്റോമൈസേഷനാണ് മെൽറ്റിംഗ് പോയിൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുക. പിന്നെ ഈ മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റോ എലമെൻറ്റ്സ് ഹാവ് ഹയർ ദാൻ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയെ അപേക്ഷിച്ച് സെക്കൻഡ് റോയ്ക്കും തേർഡ് റോ എലമെൻറ്റ്സിനും മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലാണ്. അതിനുള്ള കാരണം ഹയർ എൻതാൽപ്പീസ് ഓഫ് അറ്റോമൈസേഷനാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ, അല്ലേ? അപ്പോൾ ഈ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഒരു പ്രോപ്പർട്ടി, അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ കാണാൻ പോവുക. അപ്പോൾ ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ജനറലി increases from left to right. This is due to the increase in nuclear charge. In the case of 5D elements, അപ്പോൾ നമ്മൾ ഈ സീരീസ് നോക്കിയപ്പോൾ കണ്ടതാണ് 3D 4D 5D ആൻഡ് 6D. അപ്പോൾ ഈ 5D എലമെൻറ്റ്സിൻ്റെ കേസാണ് നമ്മൾ ഫസ്റ്റ് പറയുക. ഈ 5D elements possess high ionization enthalpy than 3D and 4D elements. That is due to the lanthanide contraction. ഇപ്പം നമ്മൾ ഇതിന് മുന്നിലത്തെ ഒരു കേസിൽ നമ്മൾ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഈ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫലമായിട്ട് വെരി പുവർ ഷീൽഡിങ് ഇഫക്റ്റ് ഓഫ് ഇന്നർ 4f orbitals. So the outer electrons experience greater effective nuclear charge. ഇപ്പോൾ 5D എലമെൻറ്റ്സിൻ്റെ കേസ് നോക്കിയാൽ അവയ്ക്ക് ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഈ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വെരി പുവർ ഷീൽഡിങ് ഇഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺസ്, അതാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് പറയുക. അപ്പോൾ ആ 4f ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് ഇഫക്റ്റ് കുറവായതുകൊണ്ട് തന്നെ ആ ന്യൂക്ലിയസ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ കുറച്ച്, അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അട്രാക്ഷൻ കൂടും. ഔട്ടർ മോസ്റ്റ് ഷെല്ലും ന്യൂക്ലിയസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി 5D എലമെൻറ്റ്സിന് അല്ലെങ്കിൽ 5D സീരീസിന് ഉണ്ട് എന്ന് പറയുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് 3D എലമെൻറ്റ്സ്, അതിൽ ക്രോമിയവും കോപ്പറുമാണ് നമ്മൾ പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. അവയ്ക്ക് ഹൈ ആണ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആണ് എന്ന് പറയും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും കേസിൽ ക്രോമിയത്തിന് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ ഹാഫ് ഫിൽഡാണ്. അതുപോലെ കോപ്പറിൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അപ്പോൾ അവയ്ക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ടാമത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. ഒന്നാമത്തെ ഇലക്ട്രോൺ എസ് ഓർബിറ്റലിൽ നിന്ന് പൊക്കോളും, അതായത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ദെൻ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പം ഡി ഓർബിറ്റലിൽ നിന്ന് വേണം ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഡി ഓർബിറ്റൽ ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡുമായിട്ട് നിൽക്കുമ്പം അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള ആ ഒരു ഓർബിറ്റലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പം കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് അവിടെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും കേസിൽ കൂടുതലാണ് എന്ന് പറയുക.